വെൽക്കം ടു റിയാസ് കിച്ചൻ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. ഇതാ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുമ്പളമാണ്. ഞാനത് പടർത്തി മുകളിലോട്ട് വലയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫുൾ നെറ്റിൻ്റെ അകത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് വലുതായി വരുന്നതനുസരിച്ച് ഞാനതിങ്ങനെ നെറ്റിൻ്റെ ആ ഒരു കള്ളിയൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്ന ഇതുപോലെ നിറയെ ഉണ്ടായിട്ടുണ്ട്. നിറയെ ഞാൻ മീൻസ് നമ്മൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ പടർന്നത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒന്നും സക്സസ് ആയില്ലായിരുന്നു. പക്ഷെ ഇത്തോളം നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് നെയ്ക്കുമ്പളമാണ്. എൻ്റെ കൈ ഉണ്ടോ, നെയ്ക്കുമ്പളത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ഈ ഒരു കൈ. പക്ഷെ ഇത് നിറയെ മുള്ളും കൂടെ ഉണ്ട്, പിടിക്കാൻ ഭയങ്കര പാടാണ്. കയ്യിലെല്ലാം കുത്തി കീറുന്നുണ്ട്. പക്ഷെ നല്ല ഗുണമുള്ളതാണ്, പോഷകം കൂടുതലുള്ളതാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ ഏത് പ്രായക്കാർക്കും ഏത് അസുഖക്കാർക്കും നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ കുമ്പളം എന്ന് പറയുന്ന വെജിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം നിറയെ ചുമ്മാ അങ്ങ് പടർന്നു കയറുണ്ട്. ഞാൻ എന്തായാലും വെട്ടിക്കളയാനൊന്നും നിൽക്കുന്നില്ല. അങ്ങ് പോട്ടെ, എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടർന്ന് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്തായാലും ഔഷധ ഗുണമുള്ള സാധനമാണ് നെയ്ക്കുമ്പളം എന്നൊക്കെ പറയുന്നത്. ഈ നമ്മുടെ മരുന്ന് കടയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നെയ്ക്കുമ്പളം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 3-4 പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിക്ക് വെക്കാനും പിന്നെ ഈ നമ്മുടെ ഹൽവ ഉണ്ടാക്കാനുമായിട്ട് നമുക്കിത് എടുക്കാനുണ്ട്. വിളഞ്ഞത് നോക്കി ഞാൻ എന്തായാലും ഇത് പറിച്ചെടുക്കുകയാണ്. ഒടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. കയ്യിലെല്ലാം മുള്ളിൽ കുത്തി കീറുവാണ്. ഒടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. പിടിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ 2-3 പറിച്ച് എനിക്ക് ബാക്കിയൊക്കെ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിൽ വെച്ചിട്ട് അടുത്തത്. അല്ലാതെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് മുകളിലോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലപ്പം കൈ എത്താത്ത സ്ഥലത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ പറിച്ചെടുക്കണം. കാര്യം ഓരോന്നും നമുക്ക് ഔഷധ ഗുണമുള്ളതാണ്. നല്ല കാര്യം. നിറയെ മുള്ളാണ്. നമുക്കിതെല്ലാം നിൽക്കാൻ പറ്റില്ല. ഇലയിൽ പോലും നിറയെ മുള്ളാണ്. കയ്യിലും കാലിലും എല്ലാം കുത്തി കയറും. ഇങ്ങനെ കുത്തിയിരിക്കും. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. മുള്ള് അത് രീതിയിൽ നല്ലതായിട്ട് കുത്തി കയറുന്നു. കുഞ്ഞു മുള്ളുകൾ. നമ്മൾ പറിച്ചതെല്ലാം ഞാൻ ഈ ഒരു ചെരുവത്തിലോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് താഴത്തോട്ട് പോയി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനിപ്പം തൽക്കാലം 4 എടുത്തിട്ടുണ്ട്. 2 ചാറ് കറിക്ക്, 2 നമ്മൾ ഹൽവ റെസിപ്പിക്കായിട്ട് മാറ്റിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഈ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഇതിൻ്റെ തൊലി കളയാൻ കുറച്ച് പാടാണ്. കഷ്ടപ്പെട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. 2 ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് കുറച്ചെടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ചെടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അത്രയും നമ്മുടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് ഞാനൊന്ന് ഓടിച്ച് കാണിച്ച് തരാതെ ആദ്യം നമുക്ക് ഈ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ബദാമും പിന്നെ നമ്മുടെ കപ്പലണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. കാഷ്നട്ട്സ് ഇല്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഇതുള്ളത് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട നെയ്യാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യം കാണിക്കേണ്ടതായിരുന്നു, രണ്ടാമതായി പോയി. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് കാണിക്കേണ്ടത്. പിന്നെ നമ്മളുടെ അരിപ്പൊടി ഒന്നിച്ചിട്ട് വെള്ളത്തിനകത്ത് കുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചത്, പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ശർക്കര ഞാൻ നേരത്തെ തന്നെ പാനിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലെ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലെ ശർക്കരയാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ അരിപ്പൊടി കലക്കിയ വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി, അതായത് ഈ നമ്മളുടെ ഹൽവ ഒന്ന് കുറുകി വരാനായിട്ട്. ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മുറിച്ചെടുക്കുന്ന രീതിയിലുള്ള ഹൽവയല്ലേ, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കിട്ടുന്ന ഹൽവയില്ലേ, അപ്പം അതുപോലത്തെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീണ്ടും നമ്മൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വിട്ട് കൊടുക്കുന്നത്. ഞാനത് വിട്ട്
രണ്ടും കൂടെ ഒരുമിച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ആ പച്ചപ്പൊന്ന് മാറി അതൊന്ന് വെന്ത് വരണം. കാര്യം നമുക്ക് പച്ചപ്പോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇരിക്കത്തുമില്ല, പുളിച്ചും പോകും, നല്ല പുളിപ്പ് രസമായിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ഇതൊന്ന് നെയ്യിൽ കിടന്നൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആക്ച്വലി ഇതിന് പുളിയൊന്നുമില്ല, പക്ഷെ നമ്മൾ വേവിച്ചില്ലെങ്കിൽ ഒരു പുളിപ്പ് രസം വരും. അതുകൊണ്ട് എന്തായാലും വേവിച്ചെടുത്തേ പറ്റത്തുള്ളൂ ഹൽവ ഉണ്ടാക്കണമെങ്കിൽ. ഇത് നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇതിനകത്ത് ഓൾറെഡി ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പം അതൊന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് രണ്ട് കൂടെ ജോയിൻ ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലാണ്, നല്ല ബ്ലാക്ക് കളറിൽ ശർക്കരയാണ് കിട്ടിയത്. അപ്പോൾ അതാണ് നല്ല കളറ് വരും ഇതിന്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിപ്പൊടി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്നില്ലേ, അതൊന്നും കൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും നമുക്ക്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മൾ പീസാക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചു വെച്ച് തണുക്കാൻ വെച്ചെന്നുള്ളൂ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റാം. അപ്പം നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും, നന്നായിട്ട് ക്രീമി ആയിട്ടാണ് കിട്ടുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഈ നട്ട്സൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ടു, ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇന്ന് മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഒറിജിനൽ ഹൽവ കഴിക്കത്തില്ലേ, അത് സെയിം ടേസ്റ്റാണ്, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്. കാര്യം ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോഷകഗുണമുള്ള ഹൽവ നമുക്ക് കഴിക്കാം. പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.